കണ്ണൂർ ജില്ലയിലെ UDFിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം അത്ര വലിയൊരു വിജയമാണ് നമുക്ക് കണ്ണൂരിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കാത്ത, അതായത് ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന വമ്പിച്ച ആ വിജയം നമ്മൾ കണ്ടു. അതോടൊപ്പം ധർമ്മടത്തെ ആയാലും കണ്ണൂർ ടൗൺ ആയാലും അതുപോലെ തന്നെ പേരാവൂരായാലും അതുപോലെ തന്നെ നമ്മളെ ഇരിക്കൂറിലെ ഭൂരിപക്ഷം, അതുപോലെ തന്നെ മട്ടന്നൂരിലെ ആ ഭൂരിപക്ഷം കുറഞ്ഞു, അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ നേരിയ ഭൂരിപക്ഷം. അതിലെല്ലാം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം അഴീക്കോട് നേരിയ വ്യത്യാസത്തിൽ. അപ്പോൾ അവിടെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ്, വർഗീയ ശക്തികൾ ഉൾപ്പെടെയുള്ളവരോട് സന്ധി ചെയ്തുകൊണ്ടാണ് CPM അവിടെ മത്സരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. എന്ത് കോലവും കെട്ടി എങ്ങനെയെങ്കിലും വിജയിക്കാമെന്നുള്ള ആ ഒരു ധാരണയിലാണ് CPM മുന്നോട്ട് തന്നെ. പക്ഷേ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, കണ്ണൂർ ജില്ലയിൽ CPMൻ്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. നമുക്ക് തളിപ്പറമ്പും പയ്യന്നൂരും മാത്രമല്ലല്ലോ, പിണറായി വിജയൻ മത്സരിച്ച പിണറായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. എന്തായാലും എണ്ണയിട്ട യന്ത്രം പോലെയാണ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം നടന്നത്. അതോടൊപ്പം തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. കണ്ണൂർ DCC വേറിട്ട് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ, സ്ഥാനാർത്ഥി ആര് എന്നറിയുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചിട്ടയാർന്ന രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിഫലിച്ചു എന്ന് തന്നെയാണോ കരുതുന്നത്? വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, CPM സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അവിടെയാണ് ഈ ചരിത്രപരമായ വിജയമുണ്ടായത്. ആ വിജയത്തിന് പിന്നിൽ സംഘടനാപരമായ നമ്മുടെ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ തന്നെ നടത്തി എന്നുള്ളതും, അതിലെല്ലാം ഉപരിയായി CPMൻ്റെ ഈ അഴിമതി രാഷ്ട്രീയവും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ ധാർഷ്ട്യവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ പരമപുച്ഛത്തോടുകൂടി കാണുന്ന പിണറായി വിജയൻ്റെയും ആ മന്ത്രിസഭയുടെയും സമീപനമാണ് ഇത്തരമൊരു ഉന്നതമായ ഒരു വിജയം എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് സാധിച്ചത് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തോളമായി ഈ DCCയുടെ അമരത്ത് മാർട്ടിൻ ജോർജ് ഉണ്ട്. താങ്കളോട് ചോദിക്കുന്നു, ഏറ്റവും മധുരപരമായ ഒരു സമയം ഏത്? താങ്കളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മധുരമുള്ള ഒരു സമയം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയല്ലേ? ഒരു സംശയമില്ലല്ലോ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 3 പാർലമെൻറ്റ് സീറ്റ് നമ്മൾ വിജയിച്ചു. പക്ഷെ അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയാം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തും വലിയ നേട്ടമുണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 10 വർഷം കേരളത്തിലെ ജനങ്ങളെ സമസ്ത മേഖല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യാവസായ മേഖല, തൊഴിൽ മേഖല, എല്ലാ മേഖലകളിലും വൻ പരാജയമായ ഒരു ഗവൺമെൻറ്റായിരുന്നു ഇത്. തൊഴിലാളികളുടെ സമരം നടത്തുമ്പോൾ ആശാ വർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ഒക്കെ അവരുടെയൊക്കെ കണ്ണീരാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായി മാറിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം കേരളത്തിലെ ജനങ്ങളെ ഈ ഗവൺമെൻറ് വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അതിൽ ഞാൻ ഏറെ സന്തോഷം കൊള്ളുന്നു. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഈ കണ്ണൂർ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. DCC പ്രസിഡന്റായി താങ്കൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളും ഇതൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ സങ്കടം താങ്കൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അവിടെ 20,000-ഓളം വോട്ടിൻ്റെ ലീഡ് എന്ന് പറയുന്നത് ഒരു അത്ഭുതപ്പെടുത്തിയോ താങ്കളെ? ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചു. കാരണം ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. അതിൻ്റെതായ എല്ലാ പ്രതിഫലനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം ഈ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രചരണവും ജനങ്ങളെ ഏശുന്നില്ല. കാരണം അവർ ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഗവൺമെൻറ് പാടില്ല എന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കണ്ടത്. മാത്രമല്ല കണ്ണൂർ ജില്ലയിലുള്ള CPMൻ്റെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, അക്രമ രാഷ്ട്രീയം, സ്വജനപക്ഷപാതം, അഴിമതി, അതിനൊക്കെയുള്ള ഒരു മറുപടി
ഈ ജില്ലയിലെ ജനങ്ങൾ നൽകി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഇത്രയും വലിയൊരു വിജയം അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു? ഒരു ചെറിയ ഭൂരിപക്ഷം കുറക്കുക എന്നതിനപ്പുറത്തേക്ക് അട്ടിമറി ഇത്രയും വലിയ വിജയത്തിലേക്കൊക്കെ പോകുമെന്ന് കരുതിയിരുന്നു ശരിക്കും? ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ 11 സീറ്റിൽ ഏത് സീറ്റാണ് തോൽക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന്. ഞങ്ങൾക്ക് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ ആളുകൾ സംസാരിക്കുമ്പോൾ, CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു, അവിടെ നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട്. അഴീക്കോട് ഉണ്ടായ ആ പരാജയം, അതിൻ്റെ കാരണം ഈ ഒരു ധ്രുവീകരണം ഉണ്ടായി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ സുനാമി അടിച്ചിട്ടും ഈ അഴീക്കോട് പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തതിൻ്റെ കാരണം പരിശോധിക്കേണ്ടതല്ലേ? അഴീക്കോട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. കാരണം അഴീക്കോട് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച ഒരു സീറ്റാണ്. അവിടെ ചില സംഭവവികാസങ്ങൾ നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ പിന്നീട് അത് സംഘടനാപരമായ ചില വിഷയങ്ങളുണ്ടോ? അല്ല, അഴീക്കോട് സംഘടനാപരമായ ഒരു വിഷയവുമില്ല. അഴീക്കോടാണ് ഏറ്റവും നന്നായിട്ട് എല്ലാ അർത്ഥത്തിലും UDF സംവിധാനം ഏറ്റവും മനോഹരമായി വർക്ക് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് അഴീക്കോട്. എന്നിട്ടും എന്താണ് സംഭവിച്ചത് അത് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അതിനകത്ത് ചില അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാതെ ഒരു പരാജയം അവിടെ സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നതാണ്. എന്തായാലും ഇന്ന് KPCC പ്രസിഡന്റ് വരുന്നുണ്ട്, വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോവുകയാണ്. സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹം? അത് ഞങ്ങൾ അതിനകത്ത് ഒരു സിസ്റ്റം പാർട്ടിയിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്. AICC MLA-മാരെ വിളിച്ച് സംസാരിക്കും. അവർ നിരീക്ഷകർ നാളെ അടുത്ത് തന്നെ എത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അവരിരുന്ന് സംസാരിച്ച് അവർ AICC നേതൃത്വത്തെ അറിയിച്ച് AICC നേതൃത്വം വ്യക്തമായ തീരുമാനമെടുക്കും. അതാര് അതിനകത്ത് MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം കണ്ണൂർ DCCയോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? അല്ല, അങ്ങനെയല്ല. അത് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരോട് കൃത്യമായിട്ട് പറയും. AICC എന്ത് നിർദ്ദേശം തന്നാലും AICC എന്ത് അഭിപ്രായം ആരാഞ്ഞാലും അത് കൃത്യമായി ആ സമയത്ത് അവരെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. എന്തായാലും വലിയ സന്തോഷം അണികൾക്കൊക്കെ. നമുക്ക് ഇപ്പോൾ റോഡുമിലൊക്കെ കാണാലോ, പ്രവർത്തകരാകെ വലിയ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് അടികൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഭരണ മുന്നണിയായി മാറി. പ്രവർത്തകരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണ് DCC പ്രസിഡന്റ്? അതിനകത്ത് അവരോട് പറയാനുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരം, അത് ജനങ്ങൾ നൽകിയ അംഗീകാരം, ആ ജനങ്ങൾക്ക് ആ അംഗീകാരത്തിൻ്റെ ഗുണകരമായി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി കേട്ട് അതിന് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടാവുക. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് അവരോടും നേതാക്കന്മാരോട് എല്ലാവരോടും ആവശ്യപ്പെടാണ്. എന്തായാലും കണ്ണൂരിൽ ഒരു വലിയ സംസ്ഥാന നേതൃത്വത്തെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം കണ്ണൂരിൽ UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കപ്പിത്താൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ മാർട്ടിൻ ജോർജുമായി സംസാരിച്ചത്. വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം ഇപ്പോൾ കണ്ണൂരിൽ എമ്പാടും നടക്കുകയാണ്. എന്തായാലും റിജിൽ മാക്കുറ്റി കൂടി നമ്മളോടൊപ്പം കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്താണ്, ഇപ്പോൾ ഭരണപക്ഷത്തേക്കൊക്കെ വരികയാണ്. ഇനി എന്താകും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയ വലിയ വിജയമാണ്. അപ്പോൾ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർ. അപ്പോൾ ജനപക്ഷത്ത് നിന്നുള്ള ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടിയും അവരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ നയം. അഹങ്കാരവും ധിക്കാരവും കാണിച്ച അതിൻ്റെ തിരിച്ചടിയാണ്. പിണറായി വിജയൻ പോലും ഇന്ന് 6 റൗണ്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പാഠമാണ്, UDF-ന് ഒരു പാഠമാണ്. അതുകൊണ്ട് ജനങ്ങളെ കരുതിക്കൊണ്ടുള്ള താല്പര്യ പ്രകാരമുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഒരു സുനാമി ഉണ്ടാകുമെന്ന്. CPM-ന്റെ അടിവേര് ഞാൻ പറഞ്ഞല്ലോ, അടിവേര്, ആ അടിവേര് ഇളകുകയാണ്. കണ്ണൂരിൽ പയ്യന്നൂരും തളിപ്പറമ്പും ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അഭിമാനിക്കുക. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന CPM-ന്റെ ചെങ്കോട്ട, ആ ചെങ്കോട്ടയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതുവരെ അവിടെ UDF-ന്റെ സ്ഥാനം, കോൺഗ്രസ് സ്ഥാനം ജയിച്ചിട്ടില്ല. അവിടെയാണ്
പയ്യന്നൂർ ഇളകാമെങ്കിൽ തളിപ്പറമ്പ് ഇളകാമെങ്കിൽ ഏത് കോട്ടയും ഇളകും എന്നുള്ളതിന് തെളിവാണ് തീർച്ചയായും കേരളത്തിനകത്ത് ഉണ്ടായത്. ഇത് പിണറായി വിജയൻ്റെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും 10 വർഷക്കാലമായി ഈ നാട് ഭരിച്ച് കൊള്ളയടിച്ച് മുമ്പോട്ട് പോയവർ, അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ, RSSും CPM BJPയുമായി ഉണ്ടാക്കിയ ധാരണ, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദിയുമായി ചേർന്ന് മുമ്പോട്ട് പോയി അയാളുടെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചു കൊടുത്ത ഉൾപ്പെടെയുള്ള കേരളത്തെ ഭിന്നിപ്പിക്കാനും വിഭജിപ്പിക്കാനും ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് മതനിരപേക്ഷ കേരളം നൽകിയ ഏറ്റവും ഉജ്ജ്വലമായ വിജയം UDF അനുകൂലമായി ലഭിച്ചത്. തീർച്ചയായും അത് വലിയ പാഠമാണ് കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിനെതിരായി ജനങ്ങൾ കൊടുത്തത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വലിയ ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഉള്ളത്. എല്ലാവരും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ, ഏത് സ്ഥലങ്ങളിൽ നോക്കിയാലും UDFിൻ്റെ പ്രവർത്തകർ നേതാക്കളൊക്കെ തന്നെ ഈ കൊടിയുമായി തെരുവിലിറങ്ങുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇപ്പോഴും കണ്ണൂരിൽ തുടരുകയാണ്.